അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽവേളയിലെ ധ്യാനത്തിനായിട്ട് സെബന്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. സിയോൻ പുത്രിയെ ഘോഷിച്ചാനന്ദിക്കുക, ഇസ്രായേലെ ആർപ്പിടുക, യെരൂശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോട് സന്തോഷിച്ചുല്ലസിക്കുക. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. സ്തോത്രം. നാം സന്തോഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. ദൈവം നമ്മളെ കുറിച്ച് എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മൾ സന്തോഷമുള്ള ഹൃദയത്തോടായിരിക്കണം. വചനം പറയുന്നു, കർത്താവിൽ എപ്പോഴും നിങ്ങൾ സന്തോഷിക്കണം. ദൈവമക്കളെ, അതുകൊണ്ട് നമുക്ക് പ്രയാസമില്ലെന്നോ നമുക്ക് വിഷമങ്ങളില്ലെന്നോ ഒന്നുമല്ല. സങ്കടവും പ്രയാസങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഈ മനുഷ്യരീരത്തിനകത്ത് നമ്മൾ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും വേദനകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ആ വേദനകൾ ഉള്ളപ്പോഴും സന്തോഷിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകണം. അതിന് കാരണമായ കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ സെബന്യാവ് പ്രസ്താവിക്കുന്നത്. എന്താ? ദൈവമക്കളായ നമ്മൾ ഇന്ന് പകൽക്കാലം എന്തുകൊണ്ട് സന്തോഷിക്കണം? ഒന്ന്, അവിടെ പറയുന്നു, യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റിയിരിക്കുന്നു. മനുഷ്യർ നിന്നെ ശപിച്ച ചില ശാപങ്ങൾ കിടപ്പുണ്ട്. മനുഷ്യർ പിശാചിനെ കൂട്ടുപിടിച്ച് നിനക്ക് നിന്റെ കുടുംബത്തിനെതിരുവായി ചെയ്തു വെച്ച ചില ന്യായവിധിയുടെ വാള് നിന്റെ മുമ്പിൽ നിൽപ്പുണ്ട്. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, ഇന്ന് പകൽവേളയിൽ ദൈവം ആ ന്യായവിധിയുടെ വാളിനെ ദൈവം അങ്ങ് മാറ്റി. ശത്രുവിന് ന്യായം വിധിക്കുവാൻ നിന്നെ വിട്ടുകൊടുക്കുന്ന ദൈവമല്ല എന്റെ ദൈവം. ശത്രുവിന് നിന്റെ മേൽ കയറി ആധിപത്യം സ്ഥാപിക്കുവാൻ വിട്ടുകൊടുക്കുന്നവനല്ല എന്റെ ദൈവം എന്ന് പറയുന്നതിന് ചുരുക്കം. സ്തോത്രം. കാരണം നമ്മൾ ദൈവത്തിന്റെ കാര്യങ്ങളിൽ നമ്മൾ സുരക്ഷിതരാപ്രിയപ്പെട്ടവരെ. ദൈവം നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ ഇന്ന് സുരക്ഷിതരാണ്. സ്തോത്രം. നമ്മെ ന്യായം വിധിക്കുമെന്നും നമ്മളെ തകർത്ത് കളയുമെന്നും ദാവീദിനോട് ഗോലിയാത്ത് പറഞ്ഞ പോലെ ഞാൻ നിന്നെ ഇപ്പൊ പിച്ചി ചീന്തിക്കളയുമെന്ന് പറഞ്ഞത്. അത് ഇങ്ങനെയുള്ള വാക്കുകൊണ്ടാണ് ശത്രു നിന്റെ നേരെ ന്യായവിധി നടത്താൻ വരുന്നത്. വേടൻ വലവിരിച്ച് പക്ഷിയെ പിടിക്കാൻ വരുന്ന പോലെ വലവിരിച്ച് കാത്തിരിക്കുക ശത്രു. പക്ഷേ ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു ശത്രു നിനക്കുള്ളപ്പോഴും ദൈവമതിനെ നീ സന്തോഷിക്കുക. കർത്താവ് പറയുക, എന്താ കാരണം എന്നറിയാമോ? എന്റെ ദൈവം നിന്റെ സകല ന്യായവിധിയെ മാറ്റിയിരിക്കുന്നു. രണ്ടാമത് പറയുന്നു, നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞു. ഓ സ്തോത്രം. മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്ത് വന്നു കഴിയുമ്പോഴാണ് വലിയ ചെങ്കടൽ കാണുക. ചെങ്കടൽ കടക്കാൻ പ്രയാസം. പുറകോട്ട് നോക്കിയപ്പോൾ ശത്രു സൈന്യം പുറകെ വളരെ ഭാരപ്പെട്ടു. പക്ഷെ ഇസ്രായേൽ ജനം നോക്കി നിൽക്കുമ്പോൾ തന്നെ ദൈവം അവരെ പിറകിൽ അവരെ തകർക്കാൻ വന്ന് ശത്രുക്കളെ എന്നേക്കുമായി നീക്കിക്കളഞ്ഞു. അതുകൊണ്ടാണല്ലോ ചെങ്കടൽ കടന്ന മിരിയാം തപ്പെടുത്തുകൊണ്ട് ആർത്തുപാടി ദൈവത്തെ സ്തുതിച്ചു. സ്തോത്രം. നാം എന്തുകൊണ്ട് സന്തോഷിക്കണം? നമ്മുടെ ശത്രുക്കളെ നമ്മൾ പോലും അറിയാതെ ദൈവം നീക്കിക്കളഞ്ഞു അല്ലേ? ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങൾ ഇന്ന് ഈ വചനം കേൾക്കാനുള്ള കാരണം എന്താ? കഴിഞ്ഞ രാത്രി ശത്രു നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും മുച്ചൂടം മുടിച്ചു കളയത്തക്ക നിലയിൽ തകർത്ത് കളയത്തക്ക അവൻ പദ്ധതിയിട്ട് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് നിന്റെ കുടുംബത്തിന് ചുറ്റും, നിന്റെ തലമുറയ്ക്ക് ചുറ്റും, നിനക്ക് ചുറ്റും കടന്നു വന്നു. പക്ഷെ അവന്റെ ഒരു അലർച്ച പോലെ കേൾക്കുവാൻ ദൈവം നിന്നെ അനുവദിച്ചില്ല. അവന്റെ ഒരു വിരൽ പോലും നിന്റെ ശരീരത്തിലോ നിനക്കുള്ള ഒന്നിനു മേലോ തൊടുവാൻ ദൈവം അനുവദിച്ചില്ല. കാരണം ഞാനോ നിങ്ങളോ അറിയാതെ തന്നെ ദൈവം നമ്മുടെ ശത്രുക്കളെ നീക്കിക്കളഞ്ഞ ദൈവമാണ്. സ്തോത്രം. ആകയാൽ ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന് നന്ദി പറ. നിന്റെ ദുഃഖത്തെ സന്തോഷമാക്കിയ ദൈവം, നിന്റെ ശത്രുക്കളെ എന്നേക്കുമായി നിന്നിൽ നിന്നും തകർത്ത് കളഞ്ഞ് ഓടിച്ച് നിനക്ക് ജയം നൽകുന്ന ദൈവം. ഹല്ലേലൂയ. പ്രതികൂലത്തിന്റെ നടുവിൽ നിന്നെ ജയോത്സവമായി നടത്തുന്ന ദൈവം, ശത്രുക്കളുടെ മുമ്പ് മേശയൊരുക്കുന്ന ദൈവം, കണ്ണുനീരിനെ തുടച്ച് ആപത്തുകൾ ഒഴിവാക്കി രോഗബന്ധനങ്ങളെ അടിച്ച് പാപബന്ധനങ്ങളെ അടിച്ച് ശത്രുവിന്റെ മുൻപിൽ നിന്നെ ജയോത്സവമായി നടത്തുന്ന ഒരു നല്ല ദൈവമുണ്ട്. ഈ പകൽക്കാല ദൈവാത്മാവ് പറയുക, നീ എന്റെ കർത്താവിൽ ഒന്ന് സന്തോഷിച്ചേ മക്കളെ. സ്തോത്രം. നമ്മുടെ ശത്രുക്കളെ നാം പോലും അറിയാതെ മാറ്റിക്കളയുന്ന ഒരു ദൈവം. മൂന്നാമത് പറയുന്നു, ഇസ്രായേലിന്റെ രാജാവായ യഹോവ എവിടെയാ? നിന്റെ മധ്യേ ഇരിക്കുക. നമ്മുടെ ശത്രുക്കളെ ഓടിച്ചു കളഞ്ഞ് ദൈവം നമ്മുടെ മധ്യേ ഇരുന്ന് നമുക്ക് വേണ്ടി ന്യായം നടത്തുന്ന ദൈവമാണ്. നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറയുടെ ജീവിതത്തിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ
നിന്റെ ആവശ്യ ഘട്ടങ്ങളിൽ നിന്റെ കൂടെ ഇരിക്കുന്നവനായ കർത്താവ്. വേദനയിൽ നിന്റെ കൂടെ ഇരിക്കുന്ന ദൈവം, നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ദൈവം, നിന്റെ ഇല്ലായ്മകളെ മാറ്റിക്കളയുന്ന ദൈവം. ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഞാനിത് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് ഇറങ്ങുക. നിങ്ങൾ എന്തുകൊണ്ട് ഇന്ന് പകൽക്കാലം സന്തോഷിക്കണം? ദൈവം നിങ്ങളുടെ ന്യായവിധി മാറ്റി, ദൈവം നിങ്ങളുടെ ശത്രുക്കളെ ഇല്ലാതാക്കി, ദൈവം നിങ്ങളുടെ മധ്യ ഇറങ്ങി വരിക. നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിനകത്ത്, നിങ്ങളുടെ പ്രശ്നത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരിക. ദൈവ സാന്നിധ്യം നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇറങ്ങുന്നു. ദൈവ സാന്നിധ്യം നിങ്ങളുടെ പ്രശ്നത്തിനകത്ത് ഇറങ്ങുന്നു. നിങ്ങളുടെ രോഗത്തിന്റെ മധ്യത്തിൽ, നിങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ നിങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം അത് അനുഭവിക്കുന്ന ദൈവവൈതലേ, ഈ വചനം കേൾക്കുമ്പോൾ നീ ദൈവത്തിനൊന്ന് നന്ദി പറ. ഞാനോ നിങ്ങളോ അറിയാതെ വേണം നമ്മുടെ ശത്രുക്കളെ തകർത്ത് കളഞ്ഞ ദൈവം, നമ്മൾ അറിയാതെ നമ്മുടെ വഴികളെ നിരപ്പാക്കിയ ദൈവം, വഴിയിൽ പതിയിരുന്ന ശത്രുക്കളെ എന്നേക്കുമായി മുച്ചൂട നശിപ്പിച്ച നമ്മെ ജയോത്സവമായി നടത്തി നമ്മെ മുൻപോട്ട് നയിക്കുന്ന ഒരു നല്ല ദൈവം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്നോട് കൂടെയുണ്ട്, നിന്റെ കുടുംബത്തോട് കൂടെയുണ്ട്. നിന്റെ കട്ടതയ്ക്ക് ദൈവം നീക്കമൊക്കെ നൽകാൻ പോകുക, നിന്റെ വേദനയ്ക്ക് ദൈവം നീക്കമൊക്കെ നൽകാൻ പോകുക, നിന്റെ ഇല്ലായ്മകളെ ദൈവം മാറ്റാൻ പോകുക. നിന്നെ തകർത്തവരുടെ മുൻപിൽ, നിന്നെ ഒറ്റുകൊടുത്തവരുടെ മുമ്പിൽ, നിന്നെ ഒറ്റപ്പെടുത്തിയവരുടെ മുമ്പിൽ ദൈവം അനുഗ്രഹിച്ച് ഉയർത്താൻ പോകുക. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ എന്നോട് ചേർന്ന് ഒരു ആമേൻ പറഞ്ഞാട്ട്, നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ എന്നോട് ചേർന്ന് ഒരു ആമേൻ പറഞ്ഞാട്ട്. ആത്മാവിന്റെ തീ നിങ്ങളുടെ മേൽ കത്തുക, പരിശുദ്ധാത്മാവിന്റെ തീ നിങ്ങളുടെ മേൽ കത്തുക. നിങ്ങളുടെ രോഗബന്ധനം അഴിയുക, നിങ്ങളുടെ പാപബന്ധനങ്ങൾ അഴിയുക, പിശാച് കെട്ടിയ കെട്ടുകൾ അഴിയുക, ആഭിചാരത്തിന്റെ ശക്തികൾ അഴിയുക, അന്ധകാരത്തിന്റെ ശക്തികൾ അഴിയുക, നേർച്ചകാഴ്ചയുടെ ശക്തികൾ അഴിയുക. അന്യാരാധനയുടെ ശക്തിയാൽ നിങ്ങളുടെ ശരീരത്തെ ദൈവത്തെ ആരാധിപ്പാൻ കഴിയാത്ത നിലകൾ തലകളെ കുനിപ്പിച്ച ദുഷ്ടന്റെ ശക്തികളെ ഇന്ന് പകൽക്കാലം ദൈവം തകർത്ത് കളയുക. വിശ്വസിക്കുക. ആകയാൽ ഈ കർത്താവിനെ നിങ്ങൾ കീഴടങ്ങുക. ഈ ദൈവത്തിന്റെ കാര്യങ്ങളിൽ നിന്നെ തന്നെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ദൈവം ബലവാനായി നിങ്ങളുടെ കൂടെയുണ്ട്. എത്ര പേർ വിശ്വസിക്കും? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനത്തിന് മുൻപ് താഴ്ന്നു കൊടുക്കുക. നമ്മൾ സന്തോഷിച്ച് ഇന്ന് പകൽക്കാലം സന്തോഷിച്ച് ഈ കേട്ട വചനത്തെ ആമീൻ പറഞ്ഞ് നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ സന്തോഷിച്ചോ. നിങ്ങളുടെ ശത്രുക്കളെ ദൈവം നീക്കും. നിനക്ക് ബുദ്ധി കാണത്തില്ല, നിനക്ക് കൂട്ടു നിൽക്കാൻ ആരും കാണത്തില്ല, ബന്ധുക്കൾ കാണത്തില്ല, നിന്റെ വീട്ടുകാർ കാണത്തില്ല, നിനക്ക് പണം കാണത്തില്ല, നിന്റെ കൂട്ട് സഹോദരങ്ങൾ, കൂട്ട് സ്നേഹിതർ, നിന്റെ കൂടെ ആരാധിക്കുന്നവർ കാണത്തില്ല, കൂട്ട് ദൈവദാസന്മാർ നിന്റെ കൂടെ കാണത്തില്ല. പക്ഷെ എന്റെ ദൈവം നിന്റെ മധ്യയുണ്ട്. ഇന്ന് നിന്റെ കുടുംബത്തിൽ മധ്യയുണ്ട്. നീ അവിടെ ഇരിക്കുന്ന ഇടത്ത് നീ ഓർത്തൊന്ന് മനസ്സിലാക്കിയേ, നിന്റെ തൊട്ടടുത്തിരിക്കുന്ന ആ ദൈവ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചേ. ദൈവം നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുക. ദൈവം പറയുന്നു, മകനെ മകളെ നീ കരയണ്ട, നിന്റെ കണ്ണുനീരിനെ ഞാൻ തുടയ്ക്കുമെന്ന് പറയുമ്പോൾ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് ആമീൻ പറഞ്ഞ ഈ ദൂത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. ആകയാൽ ഈ വചനത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് എന്നെ അറിയിക്കാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ വിളിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങൾക്ക് ഈ മെസ്സേജുകൾ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഇതിനെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യുക. ഈ വചനങ്ങൾ ആ ദൈവം സഹായിക്കട്ടെ. ശത്രുക്കളുടെ മുൻപാകെ മേശ ഒരുക്കുന്ന ദൈവം നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇന്ന് പകൽ വേളയിൽ വലിയൊരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. അവർ ഗാഡ് ഈസ് എ മിറക്കിൾ ഗാഡ്. അത്ഭുതത്തിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം. ആകയാൽ ഈ വചനത്തെ ഞാൻ നിങ്ങളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. ഇത് ഏറ്റെടുക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.